നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ജൂലൈ മാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ജൂലൈ മാസം 16-ാം തീയതി മിഥുനമാസം 32-ാം തീയതിയാണ്. പിന്നീട് കർക്കിടക മാസത്തിൻ്റെ ആരംഭമാണ്. ഏതായാലും ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഈ വാരഫലം ജൂലൈ 10-ന് നാം ചർച്ച ചെയ്യുമ്പോൾ കാലത്തുള്ള ഗ്രഹസ്ഥിതി: മേടൻ രാശിയിൽ ചന്ദ്രൻ, ഇടവത്തിൽ ചൊവ്വ, മിഥുനത്തിൽ രവി ബുധൻ, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ ശുക്രൻ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ എപ്രകാരമാണ് ഈ ഒരു വാരത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ തുലാം രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 5-ാം ഭാവത്തിൽ രാഹു, 6-ാം ഭാവത്തിൽ ശനി, 7-ൽ ചന്ദ്രൻ, 8-മത്തിൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 10-ാം ഭാവത്തിൽ വ്യാഴം, 11-ാം ഭാവത്തിൽ ശുക്രൻ കേതു. ഇവിടെ തുലാം രാശിക്കാർക്ക് പ്രായണ ഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥാനത്ത് തന്നെയാണുള്ളത്. ശത്രുദോഷം ധാരാളം വരും. കറുത്തപക്ഷത്തിലെ ചന്ദ്രനാണ്. കൃച്ഛപക്ഷേ വിപക്ഷാഭിഭൂത. ചന്ദ്രൻ കറുത്തപക്ഷത്തിൽ വന്നാൽ വിപക്ഷന്മാരാൽ, എതിർവശത്തുള്ള ആളുകളാൽ, ശത്രുക്കളാൽ അഭിഭൂതം തനിക്ക് മാനക്കേടുകൾ സംഭവിക്കാം. അപ്രകാരം തന്നെ ദാമ്പത്യത്തിൽ വലിയ ക്ലേശങ്ങൾ വരും. ഒരു തരത്തിലും ഭാര്യയോട് അല്ലെങ്കിൽ സ്ത്രീകളോട് തൻ്റെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ ഭാഗത്ത് പോകരുത്. അങ്ങോട്ട് കയറി എന്ത് ചെയ്യരുത്? പ്രണയിക്കരുത്. അല്ലെങ്കിൽ മറ്റ് ശാരീരികമായ ആവശ്യങ്ങൾക്കൊക്കെ സ്ത്രീകളിലെ ഭാര്യയെ ഒക്കെ തന്നെ താല്പര്യപ്പെട്ട് പോവുകയാണെങ്കിൽ പ്രതികരണം അത്ര നല്ലതായിരിക്കില്ല ഈ ഒരു വാരമെന്നറിയുക. കാരണം 7-ാം ഭാവത്തിൽ ചന്ദ്രൻ വരുമ്പോൾ ഈശു തീവ്രമതവും മതി, തീവ്രമായ കാമം തനിക്ക് തോന്നുമെന്നാണ്. കാമം ആരോടും തോന്നാം. അതിനാൽ ഭാര്യയോടായാലും അന്യ സ്ത്രീയോടായാലും ആ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് താല്പര്യമില്ലെങ്കിൽ അതിന് മെനക്കെടാതിരിക്കണമെന്ന് ഒരു അഭ്യർത്ഥന മാത്രം. കാരണം 2 വിഷയമാണ്. വനിതാ കവിതാ ജൈവ സ്വയം ആഗതാ വര ബലാത് അകൃശ്യമാണ് അജേത് സരസാ വിരസാ ഭവേത്. വനിത, സ്ത്രീ, അപ്രകാരം കവിത്വം അത് സ്വയം തന്നെ തേടി വരണം. അത് ബലാത്കാരേണ താൻ അതിന് മുതുകയാണെങ്കിൽ എത്ര സരസയായ അല്ലെങ്കിൽ എത്ര നല്ല കാവ്യമായാലും സ്ത്രീയായാലും അത് വിരസമായി ഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. തന്നെ തേടി സ്ത്രീകൾ ഇങ്ങോട്ടേക്ക് വരണം. താൻ അങ്ങോട്ടേക്ക് കയറി ഹെഡ് ചെയ്താൽ ബുദ്ധിമുട്ടാകും. അപ്രകാരം തന്നെ ഞാൻ നല്ലൊരു കവിയാണെങ്കിൽ എൻ്റെ കവിത്വം നന്നായിരിക്കണം, ഇല്ലെങ്കിൽ അതിന് മുതിരരുത്. അതിനാൽ തന്നെ സമയം നന്നെങ്കിൽ മാത്രം സ്ത്രീ വിഷയത്തിൽ ഇടപെടുക, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. ഇവിടെ അഷ്ടമത്തിൽ വിവാഹമതിയാഗ്രഹം 8-ാം ഭാവത്തിലാണ്. തന്നെ ദാമ്പത്യത്തിലും വലിയ ക്ലേശങ്ങൾ വരും. 8-ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോഴങ്ങനെയാണ്. ശുഭാത്സസ്യക്കും ഖേജരാഹ കുജിരനെ വിധാനമി ചെയ്ത് അഷ്ടമേ ഭൂമി സുനുഹു. എല്ലാ ഗ്രഹങ്ങളും എത്ര നന്നായാലും 8-ൽ ചൊവ്വ വരുമ്പോൾ അതിൻ്റെ ആ തേജസ്സിനെ മങ്ങലുണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഖാകിന്ന് ശത്രുയതേ സൽകൃതോപി. താൻ സൽക്കരിച്ച് സുഹൃത്ത് ശത്രുവായി പോകും. പ്രയത്നികതയെ ഭൂയതജ ഉപസർഗി. എത്ര യത്നിച്ചാലും ധാരാളം തടസ്സങ്ങൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ കുറേ കൂടി ശ്രദ്ധിച്ചിട്ട് മാത്രം കാര്യങ്ങൾ നീക്കണം. മറ്റെല്ലാ വിഷയത്തിൽ നിന്നേക്ക് അംഗീകാരങ്ങളും അനുഗ്രഹാശിസ്സുകളും കർമ്മമേഖലയിലുള്ള എല്ലാ പദവികളും ലഭിക്കുന്ന വാരമാണ്. 9-ലാണ് സൂര്യൻ ബുധനും നിപുണയോഗം ചെയ്ത് നിൽക്കുന്നു. തൻ്റെ ശാസ്ത്ര വിഷയത്തിൽ താൻ കൈകാര്യം ചെയ്യുന്ന മേഖല, കർമ്മമേഖല, ഇവിടെയൊക്കെ തന്നെ തനിക്ക് വളരെ ഗുണമാണ്. വിഷയിക്കേണ്ട 2 വിഷയം: ദാമ്പത്യം, സ്ത്രീ വിഷയം. മറ്റൊന്ന് പ്രധാനപ്പെട്ട് ഫൈനാൻസ്. ധനാധിപൻ അഷ്ടമത്തിൽ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക വിഷയത്തിലേക്ക് വരാം. സ്വൽപാത്മയോ നിധനകെ വികലേക്ഷണ. നോട്ടത്തിന് വൈകല്യം വരാം, നേത്രസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാം. സ്വൽപാത്മജ സന്താന വിഷയത്തിലേക്ക് ബുദ്ധിമുട്ടുകൾ വരാം. 5-ൽ രാഹുവാണ്. സ്ത്രീകൾക്കൊക്കെ കൺസീവ് ചെയ്യുന്ന സമയത്ത് അബോർഷൻ ഉണ്ടാകാം. ശ്രദ്ധിക്കണം ഈ ഒരു വാരക്കാലം സന്താന വിഷയത്തിലും ഫിനാൻസിൻ്റെ വിഷയത്തിലും എന്ന് മാത്രം. ഇവിടെ നിർബന്ധമായും ദാമ്പത്യത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദീർഘായുർ ബന്ധത്തിന് ഐക്യമത്യ അർച്ചന ചെയ്യണം ചൊവ്വാഴ്ച. അല്ലെങ്കിൽ നാളികേരം കൊണ്ട് ദാമ്പത്യ മുട്ടി ചെയ്യുക, ദാമ്പത്യ അർച്ചന ചെയ്യുക. അങ്ങനെ ചെറിയ ദോഷങ്ങളുടെ പരിഹാരമാക്കുക. ശത്രുദോഷം വളരെയധികം ഉണ്ട്. കറുത്തപക്ഷത്തിലെ ചന്ദ്രനാണ്. അതിനാൽ ശത്രുസംഹാര കുരുതി അല്ലെങ്കിൽ നാളികേരം കൊണ്ട് ശത്രുമുട്ട് ചെയ്യുന്നത് വളരെ ഉത്തമമാണെന്നറിയുക. നന്ദി, നമസ്തേ.